ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമാല് ഭവാനിയെ വിളിച്ച് ഭൂമി അഭിരാമി തന്നെയാണെന്ന കാര്യം അറിയിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഇടത് തോളിലായിട്ട് കറുപ്പ് മറുകുണ്ട് മേഡം, അത് ഞാൻ കണ്ടതാണ്. എന്നാൽ ഉറപ്പിച്ചോ, അത് ഞാൻ കൊല്ലാൻ കൊടുത്ത അഭിരാമി തന്നെയാണ്. അയാൾ മകളെപ്പോലെ ഇപ്പോൾ വളർത്തിയത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, കമാൽ ആ ഒരു അന്ന് ധരിച്ച ഡ്രസ്സും ആ മാലയും കൂടെ അവരുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം അവളെ വകവരുത്താനായിട്ട്. അങ്ങനെ ഉല്ലാസയാത്രയെല്ലാം കഴിഞ്ഞ് അച്യുതനും ഭൂമിയും വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കമാലിങ്ങനെ അവരെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി കമാല് പെട്ടെന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറുക, അവിടെ ഉള്ളിലെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അലമാരയിൽ നിന്ന് ഭൂമിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ അത് ഫോണിൽ പകർത്തിക്കൊണ്ട് ഭവാനിക്ക് അയച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അന്നൊരു ബോക്സിൽ ഭൂമി ചെറുപ്പത്തിൽ ധരിച്ച ആ ഒരു മാലയും ആ ഫ്രോക്കും കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതെല്ലാം എടുത്തുകൊണ്ട് കമാൽ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമാൽ ഭവാനി കാണണമെന്ന് പറയണേ. ഇത് ഉറപ്പാണ് കമാൽ, അത് ഞാൻ കൊല്ലാൻ കൊടുത്ത അഭിരാമി തന്നെയാണ് ഇപ്പോഴത്തെ ഭൂമിജ. അവളെയും അവനെയും ഇനി വെച്ചേക്കാൻ പാടില്ല. ഭൂമിജയും മരിക്കണം. അതുപോലെ അവളെ ഞാൻ കൊല്ലാൻ വിശ്വസിച്ചേൽപ്പിച്ച അച്യുതനും ഈ ഭൂലോകത്ത് ഉണ്ടാവാൻ പാടില്ല. ഏത് നിമിഷവും അച്യുതൻ സൗഭാഗ്യപുരത്ത് വന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. അതുകൊണ്ട് അവർ രണ്ടുപേരും തീരണം എന്ന് പറയുന്നുണ്ട്. ആ മാലയും ഫ്രോക്കും എവിടെ? അത് ഞാൻ എടുത്തില്ല മേഡം, അതവർക്ക് സംശയമാവുന്ന കരുതി ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. താൻ എന്തൊരു മണ്ടന, അതവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കാണ് ആപത്ത്. സോറി മേഡം, എന്തായാലും അടുത്ത തവണ ഞാൻ നോക്കാം. അത് വേണ്ട, നീ അവരെ ഇല്ലാതാക്കാൻ നോക്കിനി, അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ ആണെങ്കിലും വല്ലാത്തൊരു വിഷമാട്ടോ അച്യുതൻ്റെ മനസ്സിൽ. അച്യുതൻ ഭൂമിയെ ഏതൊരു കില്ലർ കൊല്ലാൻ വരുന്നെല്ലാം ഇടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. തൻ്റെ മോളെ അവരൊരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല, അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ വീണ്ടും അച്യുതന് ഇങ്ങനൊരു കാര്യം സ്വപ്നം കാണാട്ടോ. ആ സമയത്തിന് രാവിലെ പറയുന്നുണ്ട്, ഈ നമ്മുടെ പഴയ നാട്ടിലേക്ക് പോകണം, ഇവിടെ നമുക്ക് ശരിയാവില്ല. അച്ഛാ, ഇതെന്താ ഇത്ര പെട്ടെന്ന് നാട് വിടണം എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഭൂമിയുടെ വാക്കുകൾ കേട്ടതും വളരെ ദേഷ്യത്തിൽ തന്നെ അച്യുതൻ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പോകണമെന്ന്. എന്താ ഇവിടെ നിൻ്റെ ഈ ചായക്കട ഉപേക്ഷിച്ച് നിനക്ക് വരാൻ പറ്റില്ലേ? അവിടെയും പോയാൽ ജീവിക്കാം, എനിക്കറിയാം. എന്നാൽ ഭൂമിയുടെ മനസ്സിൽ അച്യുതൻ്റെ ഓപ്പറേഷനുള്ള പണം എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇവിടെ ഈ നാട്ടിൽ വെച്ച് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ പല കാര്യത്തിലും അവൾ നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പണമൊന്നും റെഡിയായി വരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതില്ലെങ്കിൽ അച്യുതൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് ആലോചിക്കും തോറും ഭൂമിക്ക് വല്ലാതെ സങ്കടമാവാണ്. അങ്ങനെ ഭൂമിൻ്റെ ഷോപ്പിലിങ്ങനെ ചായ എടുക്കുന്ന സമയത്താണ് കമാൽ അവിടേക്ക് വരുന്നത്. കമാലിൻ്റെ പുറകിൽ ഒളിപ്പിച്ച കത്തിയുമായിട്ടാണ് അവിടേക്ക് വരുന്നത് കേട്ടോ. മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് കമാൽ വരുന്നുണ്ട്. അങ്ങനെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ വേണ്ടത്, ഏത് ചായ വേണ്ടത് എന്നെല്ലാം ചോദിക്കുമ്പോൾ കമാൽ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ മറ്റൊരാൾക്ക് ചായ കൊടുക്കാനായിട്ട് ഭൂമി തിരുന്ന സമയത്ത് പുറകിൽ ഒളിപ്പിച്ച കത്തിയുമായിട്ട് കമാൽ ജനാലിലൂടെ അജയ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. ഒരാൾ പുറകിൽ കത്തി ഒളിപ്പിച്ച് ഭൂമിക്ക് നേരെ നടന്നു വരുന്നത് കണ്ടതും അജയ് ഇവിടുന്ന് ഓടിച്ചാടി അവിടേക്ക് വരാട്ടോ. ഭൂമിയെ കുത്താനാഞ്ഞതും അജയ് കമാലിൻ്റെ കയ്യിൽ പിടുത്തമെടുക്കുന്നുണ്ട്. അതോടുകൂടെ ഭൂമി തിരിഞ്ഞു നോക്കാണ്. അങ്ങനെ ആ ഒരു കുത്ത് കിട്ടുന്നത് അജയുടെ കയ്യിലാണ് കേട്ടോ. ഭൂമി കാണുന്നത് തന്നെ കൊല്ലാൻ വന്ന ഒരാളെ രക്ഷിച്ച് ആ കത്തിമുനയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന അജയാണ്. അങ്ങനെ അപ്പോഴേക്കും കമാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാട്ടോ. എടാ, നിന്നെ വിടില്ല, പോലീസുകാരെല്ലാം അവൻ്റെ പുറകെ ഓടിയെങ്കിലും അവന് പിന്നെ കണ്ടെത്താൻ കഴിയില്ല. അയ്യോ സാറേ, സാറിൻ്റെ കൈ മുറിവായല്ലോ, എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് അവളെ മുറിവ് തൻ്റെ ഷാള് കീറിക്കൊണ്ട് കെട്ടുന്നുണ്ട്. വാ സാറേ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. അങ്ങനെ ഭൂമിയും അജയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ റെസ്റ്റ് എടുക്കണമെന്ന് പറയണം. നല്ല രക്തം പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഭൂമി അജയ്ക്ക് ബ്ലഡ് ദാനം നൽകുന്നുണ്ട്. അവിടെ വെച്ച് ആ സമയം തന്നെ ഒരുപാട് രക്തം പോയതുകൊണ്ട് സാറിന് ബ്ലഡ് കയറ്റേണ്ടി വന്നത് എന്ന് ഡോക്ടർ പറയുകയും ചെയ്യാണ്. അങ്ങനെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് അവിടെ ഒരു ദിവസം കിടക്കണമെന്ന് അജയോട് പറയുന്നുണ്ട്. ഭൂമി, താൻ ഷോപ്പിലേക്ക് പോട്ടെ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് പോവാം. ഭൂമി, ശ്രദ്ധിക്കണം, അയാൾ ഇനിയും വരും,
എനിക്കെന്താ മനസ്സിലാവാത്ത, അയാൾ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഒരു വീടോ ഒരു സ്ഥലമോ ഒന്നും എൻ്റെ പേരിലില്ല സ്വന്തമായിട്ട്. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അയാൾ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഭൂമിയോട് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഒരു വാഴയാടിയാണല്ലോ, അപ്പോൾ ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടാവും. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ശത്രുക്കളില്ല. ആരോടും ഞാൻ അടിക്കാറുമില്ല. പിന്നെ എന്താ നിന്നെ കൊല്ലാനുള്ള കാരണം? അവനെന്തായാലും ഞാൻ വെറുതെ വിടുന്നില്ല. പരസ്യമായി ഒരു പെൺകുട്ടിയെ നേരെ ആക്രമണം ചെയ്യാൻ എന്തിനും മടിക്കാത്തവൻ, ഒന്നിനും മടിക്കാത്തവനാണ്. എന്തായാലും സാർ, എനിക്ക് വേണ്ടി കയ്യിൽ മുറിവെല്ലാം ആക്കിയല്ലോ. ഒരുപാട് വേദനിച്ചോ? അതെൻ്റെ കടമയല്ലേ. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഒരാളെ കൊല്ലാൻ വരുമ്പോൾ അത് നോക്കി നിൽക്കാനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മിടുക്ക്? അല്ലല്ലോ, വന്ന് രക്ഷിക്കാൻ പറ്റിയത് വലിയ കാര്യമായിപ്പോയി എന്ന് അജയ് പറയുന്നുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞ് അവിടുന്ന് ഭൂമി ഷോപ്പിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ആ സമയം ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ഭൂമിയെ കാണുന്നുണ്ട്. അജയിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ, സാറേ അത് പോയത് ഭൂമിയല്ലേ? അതെ സാറേ. എന്നെ രക്ഷിച്ച് എനിക്ക് ആ കുട്ടിയാണല്ലോ സാറിന് ബ്ലഡ് തന്നത് എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുക. ആ കുട്ടി വല്ലാത്ത വിഷമത്തിലാണ്. ആ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, ബ്ലഡ് ക്യാൻസറാണ്. അവളുടെ ലോകം തന്നെ അവളുടെ അച്ഛനാണ്. ആ അച്ഛനിൽ അധിക ദിവസങ്ങൾക്കൊന്നും ആയുസില്ല. 14 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ആ കുട്ടി എന്ന് പറയുന്നുണ്ട്. 14 ലക്ഷം രൂപയോ? അതെ, ആ 14 ലക്ഷം രൂപയുണ്ടെങ്കിലേ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. അയ്യോ സാറേ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പണത്തിന് വേണ്ടിയായിരിക്കും ഭൂമി ഓടുന്നത്. അവളുടെ കണ്ണിൽ എപ്പോഴും കാണുന്ന സങ്കടത്തിൻ്റെ പുറകിലുള്ള കാര്യം ഇത് തന്നെയാണെന്ന് അജയ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കമാൽ ഭൂമി ജസ്റ്റ് മിസ്സായല്ലോ അയാളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ അച്യുതനെ കാണുമ്പോൾ അച്യുതൻ്റെ പുറകെയും പോകുന്നുണ്ട്. രണ്ടുപേരെയും എന്തായാലും തീർക്കണം. അങ്ങനെ അച്യുതനെ കൊല്ലാനായിട്ട് അദ്ദേഹം പുറകെ പോവാട്ടോ. പെട്ടെന്ന് തന്നെ അച്യുതൻ്റെ ദേഹത്ത് ഈ കമാലിനെ കാണുമ്പോൾ ഓടുമ്പോഴാണ് അച്യുതൻ്റെ ദേഹത്ത് ഒരു വണ്ടി ഇടിക്കുന്നത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച അച്യുതനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാണ്. വിവരം അറിഞ്ഞ് പേടിയോടെ ഭയന്ന് വിറച്ച് നിലവിളിയോടെ അവിടേക്ക് വരുന്ന ഭൂമിജ. അച്ഛന് എന്ത് പറ്റിയെന്ന്. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. തലയ്ക്ക് ചെറിയ മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഡോക്ടറുടെ എല്ലാ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ കൂടെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, അച്ഛനോട് നിങ്ങളുടെ ട്യൂമറാണ് അത്. ആ വിവരം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് തനിക്ക് ക്യാൻസർ ആണെന്ന വിവരം അച്യുതൻ മനസ്സിലാക്കുന്നത്. തൻ്റെ ഭൂമി അത് തന്നിൽ നിന്ന് മറച്ചു വെച്ചതായിരിക്കാം. വെറുതെയല്ല, അവൾക്ക് കുറച്ച് നാളുകളായിട്ട് വല്ലാതെ ആലോചനയും വിഷമവും എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ഭൂമിയോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആ കാണിച്ച ഡോക്ടർ പറയും, ഇയാൾ ക്യാൻസർ ഉണ്ട്. ആ വിവരം നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? അത് സാർ, അച്ഛനൊന്നും അറിയില്ല മോളെ. അല്ല, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മോളെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അച്ഛൻ എൻ്റെ കൂടെ എന്നും വേണം. ഡോക്ടർ പറഞ്ഞത് മനോധൈര്യം ഉണ്ടായാൽ കുറച്ച് കാലം കൂടെ നീട്ടിക്കിട്ടുമെന്ന്. അതിനുള്ളിൽ നിന്ന് എനിക്ക് കാശ് സംഘടിപ്പിച്ച് അച്ഛൻ്റെ ചികിത്സ നടത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള നെട്ടെടുത്തില്ല ഞാൻ മോളെ. അതൊന്നും വേണ്ട. എനിക്കൊരു അസുഖമല്ല. എൻ്റെ മോളെ കൂടെ ഞാൻ ഇനിയും ഒരുപാട് കാലം ഉണ്ടാവും. ഇല്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അതിന് വേണ്ടി കാശ് ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടറെ എന്ന് പറഞ്ഞ് അച്ഛനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴും കമാൽ ഇവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ അച്ഛനെയും മകളെയും. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ അച്യുതൻ്റെ മനസ്സിലും ഇത് തന്നെയാണ്. ഭൂമിയെ കൊല്ലാനായിട്ട് അവർ ഏത് നിമിഷവും വരും. തൻ്റെ മകൾ തൻ്റെ കൺമുമ്പിൽ ഇല്ലാതാവുന്നത് തനിക്ക് സഹിക്കാനാവില്ല. താൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ സത്യങ്ങളും സൗഭാഗ്യപുരത്ത് ചെന്ന് പറഞ്ഞാലോ എന്നൊരു ചിന്ത അയാളുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ ഭൂമിയുടെ മനസ്സിലെ ഈ സങ്കടം മനസ്സിലാക്കി അജയ് അവൾക്ക് തൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനായിട്ടുള്ള പണം നൽകാൻ തന്നെ തീരുമാനിക്കാണ്. അങ്ങനെ ആ ഡോക്ടറെ പോയി കാണുന്നുണ്ട്. അച്ഛൻ്റെ ചികിത്സിക്കുന്ന ആ ഡോക്ടറെ പോയി കണ്ട് അജയ് പറയുന്നുണ്ട്, ഇത് ഭൂമിജിയുടെ അച്ഛനുള്ള എല്ലാ ചികിത്സയുടെ പണവും ഞാൻ സംഘടിപ്പിച്ച് തരാം. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കണം. എന്നാൽ താനാണ് ഇതിൻ്റെ പിന്നിലെന്നും ആ പണം നൽകിയത് ഞാനാണെന്നും അവളോ അച്ഛനോ അറിയാൻ പാടില്ല. അങ്ങനെ ഡോക്ടർ ഭൂമിയെ വിളിച്ചിട്ട് തൻ്റെ അച്ഛനുള്ള ഓപ്പറേഷത്തിൻ്റെ പണം റെഡി ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് വിളിച്ച് പറയുമ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എവിടുന്ന കാശ്? അത് മറ്റൊരു നല്ല മനസ്സുള്ള വ്യക്തി സഹായിച്ചതാണെന്ന് കൂട്ടിക്കോ. ഭൂമി അച്ഛനെയും കൂട്ടിയിട്ട്
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വരണം എന്ന് പറയണേ. ആ ഒരു സമയത്താണ് കേട്ടോ അച്യുതനെ കമാൽ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത്. അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പേ അച്യുതൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അതിനുശേഷം അജയും ഭൂമിയും വിവാഹിതയാവുന്നുണ്ട്. തെലുങ്കിൽ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി പണം നൽകിക്കൊണ്ടാട്ടോ ആ ഒരു വിവാഹം പോലും നടക്കുന്നത്.